ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചർച്ചിലേക്കാണ്. ഇവിടെ അബുദാബിയിലുള്ള സെൻറ്റ് ജോസഫ് ചർച്ചിലേക്കാണ് പോകുന്നത്. അപ്പം നിച്ചൂസും ഉണ്ട് കൂടെ, ലിൻഡോസും ഉണ്ട് കൂടെ. കാറിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ബസ്സിൽ പോകുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഈ ചർച്ച് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. ഒരു 15 മിനിറ്റ്സ് ഇരുന്നാൽ മതി, പെട്ടെന്ന് എത്താൻ. നമുക്ക് ബസ്സിലും പോകാൻ പറ്റും. അപ്പം ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം. ആക്ച്വലി ബസ്സിന് പോകുകയാണെങ്കിൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇത് നമ്മുടെ അൽവദ മാളാണ്. അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇട്ടു കേട്ടോ, റഹമത്ത് കാലിക്കട്ട്. അവിടുത്തെ ബിരിയാണി നല്ലതാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിതേ ചർച്ച് എത്താറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എത്തുന്നത് മാസ് ടൈമിലൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ടൊന്ന് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ വരുന്നൊരു ചർച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടൊരു സ്കൂളുണ്ട്. പിന്നെ വേറെ സെൻറ്റ് തെരേസ എന്ന് പറഞ്ഞൊരു ചർച്ചും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഇതിന് അടുത്തായിട്ട് ഒരു മോസ്ക് ഉണ്ട്. മോസ്കിൻ്റെ പേര് മദർ മേരി മോസ്ക് എന്നാണേ. ഇത് ആ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ മോസ്ക്, മദർ മേരി മോസ്ക്. ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളെ ക്യാൻവാസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, പക്ഷെ വരുന്നേ ഇല്ല. കുറേ ഞങ്ങൾ വിളിച്ചോളൂ, വന്നേ ഇല്ല കേട്ടോ. പിന്നെ ലിൻഡോസിൻ്റെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ ഭയങ്കര ക്രേസ് കൂടുതലാണ്. പിന്നെ അവനെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റൊക്കെ ചെയ്തു തന്നു. അപ്പം ഞാൻ ആ ഫോട്ടോ കൊണ്ട് തൽക്കാലം സാറ്റിസ്ഫൈഡായി. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ, ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മുടെ മാസം എടുക്കുന്ന ടൈമൊന്നും അല്ല ഇപ്പം, പക്ഷേ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണല്ലോ. അപ്പം ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ ഞങ്ങൾ. ഇത് സെൻറ്റ് തെരേസാസ് ചർച്ചിൻ്റെ ഇൻസൈഡാണേ. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചർച്ചിനടുത്തുള്ള ഉമർ എമിറാത്ത് പാർക്കിലേക്ക് പോയിട്ടോ. അവിടെ ഒരു ചെറിയ മിനി സൂ ഉണ്ട്. അതൊരു വലിയ പാർക്കാണ്. ഞാൻ ഈ പാർക്കിൻ്റേത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്ത പോയി കണ്ടോളൂ കേട്ടോ. അപ്പം നിച്ചു ഇതിന് മുന്നേ നമ്മൾ എമിറേറ്റ്സ് സൂവിലൊക്കെ പോയപ്പോൾ ഗോട്ടിനെ കണ്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അറിവായത്. ഗോട്ടിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൾ. അതിനെ തൊടാനും അതിനെ കാണാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റഡ് മൂഡിലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ആനിമൽസേ ഉള്ളൂ. കുറച്ച് ടർട്ടിൽ, കുറച്ച് റാബിറ്റ്, പിന്നെ പണ്ട് ഇവിടെ വന്നപ്പോൾ യമോ ഉണ്ടായിരുന്നു, അതിന് ഇന്ന് കണ്ടില്ല. പിന്നെ കുറച്ച് ഗോഡ്സ് ഉണ്ട്, പിന്നെ ഒരു ക്യാമലുണ്ട്. പിന്നെ നമുക്ക് ഹോഴ്സ് റൈഡും ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. അവർക്ക് ഹോഴ്സ് റൈഡൊക്കെ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ചുറ്റിയൊക്കെ ചെയ്യിക്കാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാട്ടർ സ്പ്ലാഷ് ഏരിയ ഉണ്ട്. നമുക്കിപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വാട്ടർ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ സൂ കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ്. അപ്പോൾ നിച്ചിന് വാട്ടറിലൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവൾ തെന്നടിച്ച് വീണു കേട്ടോ. പക്ഷെ ഒന്നും പറ്റത്തില്ല. നമുക്ക് അത് നല്ല സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ വെള്ളം കിടക്കുന്നതുകൊണ്ട് തെന്നുന്നതാണ്. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുട്ടികളെയൊക്കെ കൂടുതൽ അഡൽട്ട്സാണ് കേട്ടോ അവിടെ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ സെക്യൂരിറ്റി അവരെ അത് കഴിഞ്ഞപ്പം ഇറക്കി വിട്ടു കേട്ടോ. കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്ലേസാണ്. അപ്പം നമുക്ക് അമ്മമാർക്ക് ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ നടക്കാം, അവരെ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ അഡൽട്ട്സിന് അതിനുള്ളിൽ കളിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. ആ മ്യൂസിക്കൊക്കെ ഇട്ട് കുട്ടികളെ എൻഗേജ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള സർവീസുകളുണ്ട്. അപ്പം നല്ലൊരു ഈവനിങ് ഞങ്ങളങ്ങനെ ചർച്ചിലും പോയി ആ പാർക്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് എന്നെ അറിയിക്കണം. ഞാൻ അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണേ.